നോട്ടീസും വണ്ടി എന്ന് പറയുന്നൊരു വണ്ടി അന്ന്, അതായത് ഉന്തുവണ്ടി, മനുഷ്യൻ വലിക്കുന്ന ഉന്തുവണ്ടിയിൽ 2 സൈഡിലും ഇതുപോലെ വലിയ കാർഡ്ബോർഡിൽ ഈ സിനിമയുടെ 4 ഷീറ്റ് പോസ്റ്റേഴ്സ് ഒട്ടിച്ച് ഇങ്ങനെ കൂടാരം പോലെ വെക്കും. അങ്ങനത്തെ ഒരു 3-4 വലിക്കുന്ന വണ്ടികളും അത് വലിക്കുന്ന ആൾക്കാരും ഏറ്റവും മുമ്പശത്തായിട്ട് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു വണ്ടിയിൽ ഒരു ചതുരാകൃതിയിൽ ഒരു മേൽക്കൂര ഉണ്ടാക്കി 2 സൈഡിൽ ബെഞ്ചുകൾ നിരത്തി അതിനകത്ത് ബാൻഡ് സെറ്റ് പാർട്ടികളിരിക്കും. ഈ മറ്റേ പല പല കൊട്ടും അതും ഊത്തുമൊക്കെ ഉണ്ട്, പല സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ സാക്സോഫോണൊക്കെ വെച്ചിട്ട് ആളുകൾ ഇരുന്നിട്ട് ബാൻഡ് അടിച്ചടിച്ചടിച്ച്, അപ്പം ഇത് വരുമ്പോൾ അതിൻ്റെ കൂടെ ഏറ്റവും പുറകിലത്തെ വണ്ടിയിൽ നിന്ന് നോട്ടീസ് വിതരണവും നടക്കും ഈ സിനിമയുടെ. അപ്പം ഞങ്ങൾ കുട്ടികളെല്ലാം ഇതിൻ്റെ പുറകെ ഓടും. അപ്പോൾ ഒരു സിനിമയുടെ വരിക എന്ന് പറയുമ്പോൾ ഭയങ്കര ആഘോഷമാണത്. അതിനകത്തോട് ഈ ഒച്ചയും കൊട്ടും എല്ലാം കേൾക്കുമ്പോൾ തന്നെ ആൾക്കാരെല്ലാം ഇറങ്ങി നിൽക്കും ഇത് കാണാൻ. അങ്ങനെ കൊട്ടി ഇങ്ങനെ പോകും. ഒരു പുതിയ പടം റിലീസ് ചെയ്യും, ഉണ്ണിയാർച്ച വരുന്നു. ഉണ്ണിയാർച്ചയുടെയൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതുകൂടാതെ ഈ സൂപ്പർ സ്റ്റാറുകളുടെ സ്പെഷ്യൽ പടങ്ങൾ വരുമ്പോൾ സാധാരണ ഇപ്പം നമ്മളിപ്പം വലിയ മോഹൻലാലിൻ്റെ പുലിമുരുകൻ വരുന്ന പോലെയൊക്കെ അന്ന് പാലാട്ട് കോമനൊക്കെ വരുമ്പോൾ അഡീഷണൽ ആയിട്ട് വരുന്നത് ഇതിൻ്റെ മുമ്പിൽ ഒരു ആനപ്പുറത്ത് ഈ വടക്കൻ വീരഗാഥയിൽ അതേപോലത്തെ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒരാളെ ഇരുത്തും. അപ്പോൾ ഞങ്ങളെല്ലാം ഇത് അത്ഭുതത്തോടെ ഇതിൻ്റെ പുറകെ, അയാളെ തന്നെ വലിയ ആരാധനയോടെ കാണുന്ന ഈ ആനപ്പുറത്തിരിക്കുന്ന ആളെ അങ്ങനെയൊക്കെ കൊണ്ടുമ്പോൾ അതിൻ്റെ പിന്നാലം ഒരുപാട് ദൂരം സഞ്ചരിക്കാറുണ്ട് ഇതിൻ്റെ പുറകെ. അത്ര താല്പര്യമായിരുന്നു.